എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. പെൺകുട്ടികളുടെ വിവാഹത്തിന് 1 ലക്ഷം രൂപ ധനസഹായം നൽകുന്ന മംഗല്യ സമുന്നതി അപേക്ഷ ക്ഷണിച്ചു. കഴിഞ്ഞ വർഷം നടന്ന വിവാഹങ്ങൾക്കുള്ള ധനസഹായത്തിനാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. 2023 ജനുവരി 1 മുതൽ 2023 ഡിസംബർ 31 ഇടയിൽ നടന്നിട്ടുള്ള വിവാഹങ്ങൾക്കാണ് ഈ അപേക്ഷ നൽകാൻ കഴിയുക. കുറഞ്ഞ വരുമാനമുള്ള യോഗ്യരായ 200 പേർക്കാണ് ധനസഹായം അനുവദിക്കുന്നത്. കേരള സംസ്ഥാന മുന്നോക്ക സമുദായ കോർപ്പറേഷൻ സമുന്നതിന്റെ മംഗല്യ സമുന്നതി പദ്ധതി 2023-24 പ്രകാരമാണ് ധനസഹായം നൽകുന്നത്. കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ ഉള്ള പെൺകുട്ടികൾക്കാണ് ധനസഹായത്തിന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക. മുന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട AAY മഞ്ഞ റേഷൻ കാർഡ്, PHH പിങ്ക് റേഷൻ കാർഡ് വിഭാഗങ്ങളിലെ അംഗങ്ങളായിട്ടുള്ള പെൺകുട്ടികൾക്കാണ് ഈ ധനസഹായത്തിന് യോഗ്യത. പെൺകുട്ടി സംസ്ഥാനത്തെ സംവരണേതര സമുദായത്തിൽപ്പെട്ടവരായിരിക്കണം. അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയ്ക്ക് താഴെയായിരിക്കണം. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ, ഭിന്നശേഷിക്കാർ, പെൺകുട്ടിയുടെ പ്രായം തുടങ്ങിയ മാനദണ്ഡങ്ങൾ മുൻനിർത്തിയായിരിക്കും ആനുകൂല്യം അനുവദിക്കുക. ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഫോറത്തിലാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷാ ഫോറത്തിന്റെ മാതൃകയും വിശദമായ വിവരങ്ങളും www.kswcfc.org എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. അപേക്ഷയോടൊപ്പം വിവാഹ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ്, വരുമാന സർട്ടിഫിക്കറ്റ്, പെൺകുട്ടിയുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡിന്റെ പകർപ്പ്, ആധാർ കാർഡിന്റെ പകർപ്പ്, വിവാഹ ക്ഷണക്കത്ത്, അപേക്ഷകന്റെ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് തുടങ്ങിയ രേഖകൾ സമർപ്പിക്കണം. വിവാഹിതയായ പെൺകുട്ടിയുടെ അച്ഛൻ, അമ്മ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ അവരിൽ ആരെങ്കിലും ആയിരിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട മേൽവിലാസം: മാനേജിംഗ് ഡയറക്ടർ, കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ, L2, കുലീന, TC 9/476, ജവഹർ നഗർ, കവടിയാർ PO, തിരുവനന്തപുരം 695003 എന്ന വിലാസത്തിലാണ് അപേക്ഷകൾ അയക്കേണ്ടത്. വിശദമായ വിവരങ്ങൾക്ക് 0471 2311 215 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്: BPL റേഷൻ കാർഡുള്ളവർക്ക് സൗജന്യത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. പ്രതിമാസം 15,000 ലിറ്ററിന് താഴെ ഉപയോഗം ഉള്ള BPL വിഭാഗത്തിൽപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് സൗജന്യ കുടിവെള്ളം ലഭ്യമാക്കാൻ ജനുവരി 31 വരെ വാട്ടർ അതോറിറ്റിയുടെ സെക്ഷൻ ഓഫീസുകളിലോ ഓൺലൈൻ വഴിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും പുതുതായി അപേക്ഷിക്കുന്നവരും പ്രവർത്തന രഹിതമായ വാട്ടർ മീറ്റർ, കുടിവെള്ള ചാർജ് കുടിശ്ശിക എന്നിവയുള്ളവർ ജനുവരി 31 മുമ്പ് മീറ്റർ മാറ്റിവെക്കുകയും കുടിശ്ശിക അടച്ചു തീർക്കുകയും ചെയ്താൽ മാത്രമേ ഈ ആനുകൂല്യം അനുവദിക്കുകയുള്ളൂ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.